പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധമായ കുടുംബ ജീവിതത്തെക്കുറിച്ചാണ്. ദൈവമായ കർത്താവ് ഭൂമിക്ക് നൽകിയ ഏറ്റവും അനുഗ്രഹമുള്ള ജീവിതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദൈവം മനുഷ്യന് ദാനമായി നൽകിയ കുടുംബ ജീവിതമാണ്. പരിശുദ്ധ സഭ അതിനെ കൂദാശയായിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് കൂദാശ? അദൃശ്യമായ അടയാളങ്ങളുടെ ദൃശ്യമായ അനുഗ്രഹമാണ് കൂദാശ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ കൂടി ജീവിക്കുന്ന അനുഭവമാണ് കുടുംബജീവിതം. ഇതിനെക്കുറിച്ച് തിരുവചനം നമുക്ക് ഒത്തിരിയേറെ നല്ല സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പരിശുദ്ധ ബൈബിളിലെ തോബിതിൻ്റെ പുസ്തകം. അതിലെന്താണ് കുടുംബജീവിതം, എങ്ങനെയാണ് ആ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലിപ്രകാരം പറയുന്നു: തോബിതിൻ്റെ മകൻ തോബിയാസ് അപ്പൻ പണ്ട് പണം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഗബാലിയേൽ എന്ന മനുഷ്യന്റെ കയ്യിൽ നിന്ന് പണം തിരികെ വാങ്ങിക്കാനായി തൻ്റെ പുത്രനെ പറഞ്ഞു വിടുന്നുണ്ട്, തോബിയാസിനെ. യാത്രാമധ്യേ ദൈവത്തിൻ്റെ പരിശുദ്ധ മാലാഖ റഫായേൽ അനനിയാസ് എന്ന പേരും സ്വീകരിച്ച് തോബിയാസിന് കൂട്ടുകാരനായി വഴിച്ചങ്ങാതിയായി കൂടെ കൂടുകയും ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ പുഴയിലിറങ്ങി കുളിക്കുമ്പോൾ ഒരു മീനിനെ പിടിക്കുകയും ആ മീനിന്റെ കയ്പ എടുത്ത് കയ്യിൽ പിടിച്ചുകൊള്ളാൻ മാലാഖ തോബിയാസിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. മുൻപോട്ട് പോകുമ്പോൾ മാലാഖ പറഞ്ഞു, ഈ വഴിക്കാണ് റഘുവേലിന്റെ വീട്. അവിടെ അവന് സുന്ദരിയായൊരു പെൺകുട്ടിയുണ്ട്, പേര് സാറ. നീ അവളെ കല്യാണം കഴിക്കണം. അവൻ പറഞ്ഞു, അവളിൽ ഒരു ദുർഭൂതം അനുരുക്തനാണ്. ആരെങ്കിലും അവളെ കല്യാണം കഴിച്ചാൽ ആ ഭൂതം അവരെ കൊല്ലാറുണ്ട്. എൻ്റെ അപ്പന് ഞാൻ ഒറ്റ മോനാണ്. വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കുവാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ മാലാഖ പറഞ്ഞു, സാറ നിനക്കുള്ള പെണ്ണാണ്, നീ അവളെ കല്യാണം കഴിക്കണം. ദൈവത്തിൻ്റെ മാലാഖ റഫായേൽ ഇത് പറയുമ്പോൾ തോബിതിൻ്റെ മനസ്സിൽ സാറയോടുള്ള ഉഗ്രമായ പ്രണയം രൂപപ്പെടാൻ തുടങ്ങി. അവർ റഘുവേലിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ദൂരെ നിന്ന് തന്നെ സാറ കണ്ടു രണ്ട് ചെറുപ്പക്കാർ തൻ്റെ വീടിനരികിലേക്ക് നടന്നു വരുന്നത്. ഭയം മൂലം അവളുടെ വീടിൻ്റെ അരികിൽ കൂടെ പോലും ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകാത്ത സമയത്ത് അയൽവക്കത്തുള്ള പെൺകുട്ടികൾ മുഴുവൻ അവളെ പരിഹാസത്തോടുകൂടെ ഏഴ് കെട്ടിയവളാണ്, ദുർഭൂതത്തിന്റെ ആവാസമുള്ളവളാണെന്നും പറഞ്ഞ് പരിഹസിച്ച് അവളെ തളർത്തിക്കളയുന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാർ അവളുടെ വീടിനരികിലേക്ക് നടന്നു വരികയാണ്. അവൾ ഓടിപ്പോയി അപ്പനോട് പറഞ്ഞപ്പാ രണ്ടുപേര് വരുന്നുണ്ട്. റഘുവേൽ ഇറങ്ങി വന്നവരെ സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ തോബിയാസ് പറഞ്ഞു, നിന്റെ മകൾ സാറയെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരണം, എങ്കിൽ മാത്രമേ നിന്റെ ഭവനത്തിലേക്ക് ഞാൻ കയറുകയുള്ളൂ. റഘുവേൽ ഒന്നും മറച്ചു വെച്ചില്ല. റഘുവേൽ പറഞ്ഞു, ഇതിനു മുൻപ് ഞാൻ അവളെ 7 പ്രാവശ്യം കല്യാണം കഴിപ്പിച്ചു കൊടുത്തതാണ്. ആദ്യ രാത്രിയിൽ അവളുടെ മേൽ കടന്നു വരുന്ന ഒരു ദുർഭൂതം അവൾ കല്യാണം കഴിച്ച മുഴുവൻ ചെറുപ്പക്കാരെയും മണിയറയിൽ വെച്ച് കൊന്നുകളഞ്ഞിട്ടുണ്ട്. 8ാമത്തവനാകാൻ നീ നിൽക്കേണ്ട, നീ മടങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. തോബിയാസ് സമ്മതിച്ചില്ല. തോബിയാസ് അവളെ കല്യാണം കഴിക്കണമെന്ന് തന്നെ ശാഠ്യം പിടിച്ചു. അപ്പോൾ റഘുവേല് അവനിലൊരു ഗുണം കണ്ടെത്തി. അവൻ ദൈവഭയമുള്ളവനും കുലീനത്വം ഉള്ളവനുമാകയാൽ അവൻ തൻ്റെ പെണ്ണിനെ അവൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. മണിയറയിലേക്ക് പ്രവേശിച്ചു. കയ്യിൽ കരുതിയ മീനിന്റെ കയ്പ എടുത്ത് ധൂപമുണ്ടാക്കി. അവൻ അതിൻ്റെ അരികിൽ മുട്ടുകൂത്തി നിന്നു. സാറയോട് പറഞ്ഞു, അരികിൽ വന്ന് മുട്ടുകൂത്താൻ പറഞ്ഞു. സാറയും അരികിൽ വന്ന് മുട്ടുകൂത്തി നിന്നു. അപ്പോൾ തോബിയാസ് ദൈവമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ഉറക്കെ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, മാനുഷികമായ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ടല്ല, ജഡീകമായ താല്പര്യത്താലല്ല ഞാൻ ഇവളെ ഭാര്യയായി സ്വീകരിക്കുന്നത്, മറിച്ച് നിർമ്മലമായ പ്രേമത്താലാണല്ലോ. വാർദ്ധക്യത്തിലെത്തുവോളം ഇവളോടൊപ്പം ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. സാറ അരികിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ തിരുവചനം പറയുന്നു,
സാറയിൽ ആവസിച്ചിരുന്ന ദുർപിശാചിനെ ദൈവത്തിന്റെ ദൂതൻ ഈജിപ്തിന്റെ അതിരുകളിലേക്ക് ആട്ടിപ്പായിച്ചു. കുടുംബജീവിതം ഇതാണ്. ഭാര്യയും ഭർത്താവും ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമേൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവത്തിന്റെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയാൽ ഒരു തിന്മയും നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുവാൻ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരില്ല. ദൈവം അത്രമാത്രം നിങ്ങളുടെ കുടുംബജീവിതത്തിന് ശക്തമായ കാവലേർപ്പെടുത്തും. ഈ പ്രാർത്ഥന ഏത് കുടുംബജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയോ അവിടെയാണ് കുടുംബം തകരുന്നതിൻ്റെ ആദ്യപടി ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. പണ്ടൊക്കെ പ്രാർത്ഥിക്കാതെ കിടക്കുന്ന കുടുംബങ്ങൾ ഉണ്ടായിരുന്നില്ല. നേരം പുലരുന്നതിന് മുൻപ്, പുലർച്ചെ കോഴി കൂവുന്നതിന് മുൻപ് മാതാപിതാക്കൾ ഉണർന്നെഴുന്നേറ്റ് പരിശുദ്ധമായ തിരുസ്വരൂപങ്ങളുടെ മുമ്പിൽ മെഴുകുതിരി കൊളുത്തി വെച്ച് അതിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രഭാതത്തിൽ ഉറക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പ്രാർത്ഥനയുടെ സ്വരം കേട്ടുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കട്ടിലിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് വരുന്നത്. രാത്രിയിൽ കുഞ്ഞുങ്ങൾ കിടക്കയിലേക്ക് പോകുന്നതിന് മുൻപ് മാതാപിതാക്കൾ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ കത്തിച്ചു വെച്ച മെഴുകുതിരിയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ സ്വരം കേട്ടാണ് ആ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നത്. പ്രാർത്ഥനയുടെ ലാളന കേട്ട് ഉറങ്ങുകയും പ്രാർത്ഥന കേട്ട് ഉണരുകയും ചെയ്യുന്ന കുടുംബജീവിതമുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോകില്ലായിരുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതങ്ങൾ കന്യമായിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന. അത് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ കുടുംബം തീർച്ചയായും നഷ്ടങ്ങളിലേക്ക് പോകും, തകർച്ചകളിലേക്ക് പോകും. ദമ്പതികൾക്ക് പരസ്പരം സ്നേഹമെന്ന വികാരം ഉൾതീവ്രതയോടുകൂടെ പങ്കുവയ്ക്കുവാനുള്ള അനുഭവം ഇല്ലാതായി തീരും. അതുകൊണ്ട് കുടുംബജീവിതം നിലനിൽക്കണോ, കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. ഭാര്യയും ഭർത്താവും നിങ്ങളുടെ കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് കരങ്ങൾ കോർത്ത് പിടിച്ച് കർത്താവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്ന് മടങ്ങിപ്പോയി അനുഗ്രഹം ദൈവം നൽകും. നമുക്കൊന്ന് കണ്ണടയ്ക്കാം. യേശുവേ, ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു, എൻ്റെ കുടുംബത്തെ ഓർത്ത് നന്ദി പറയുന്നു, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.